Good morning, children. How are you all? Are you okay? Hope you all are safe at home. Let us continue our chapter Synthetic Fibers and Plastics. So, we already discussed about synthetic fibers and different types of plastics and what are the advantages of plastics and characteristics of plastics. All are we discussed in the previous classes. So, today we are going to discuss about plastics and its environment. Plastics and the environment. When we go to the market, we usually get things wrapped in plastic or packed in polythene bags. That is one reason why plastic waste keeps getting accumulated in our homes. Ultimately, plastics find its way to garbage. Disposal of plastic is a major problem. Why? So, നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ സാധനങ്ങൾ പൊതിഞ്ഞ് പാക്കറ്റിലാക്കി തരികയോ അതോ പോളിത്തീൻ ബാഗ്സിലാക്കി തരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഈ റീസൺ കൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്സ് കുന്നുകൂടി ഇരിക്കാനുള്ള കാരണം. സോ ഈ പ്ലാസ്റ്റിക്സ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക്സിൽ നിന്ന് എർത്തിനെ സേവ് ചെയ്യാൻ പറ്റുക? അതാണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ്, there are two types of material, biodegradable material and non-biodegradable material. What are they? Biodegradable. There are two types of materials. First one, biodegradable material. A material which gets decomposed by natural processes by an action of bacteria. Such material are called biodegradable material. It's important. നമുക്ക് നാച്ചുറൽ, അതായത് പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേർന്ന് ബാക്ടീരിയയുടെ ആക്ഷൻ മൂലം പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേർന്ന് ഇല്ലാതാകുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അത്തരം മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ. നമ്മൾ വേസ്റ്റൊക്കെ ധാരാളമായി ഗാർബേജൊക്കെ കുഴിച്ച് മൂടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ചീഞ്ഞ് വളമാകുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? ബാക്ടീരിയയുടെ ആക്ഷൻ കൊണ്ടാണ്. ബാക്ടീരിയ അവിടെ പ്രവർത്തിക്കുന്നത് മൂലമാണ് നാച്ചുറലായിട്ട് ആ പ്രോസസ്സ് നടക്കുന്നത്. അത്തരം മെറ്റീരിയൽസിനെയാണ്, പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, നോൺ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ. In this case, material which does not get decomposed easily by natural processes is called a non-biodegradable material. അതായത് പ്രകൃതിയുമായിട്ട് പെട്ടെന്നൊന്നും ഡീകമ്പോസ് ചെയ്ത് പോവാതെ അത് പ്രകൃതിയിലേക്ക് ലയിച്ച് ചേരാത്ത തരം മെറ്റീരിയൽസ്, അതായത് പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? നോൺ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ. ഇത് തമ്മിലുള്ള വ്യത്യാസം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് എക്സാംസിനൊക്കെ ധാരാളമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വളരെ സിമ്പിളാണ്. ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ.
നാച്ചുറൽ പ്രോസസ്സിലൂടെ ഡീകമ്പോസ് ചെയ്യാത്ത തരത്തിലുള്ള അഥവാ എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യാൻ കഴിയാത്ത മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? നോൺ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ. ക്ലിയർ? സിൻസ് പ്ലാസ്റ്റിക് ടേക്സ് several years, it is not environment friendly. പ്ലാസ്റ്റിക് ധാരാളം വർഷങ്ങൾ എടുക്കും അത് ഡീകമ്പോസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അത് ഒട്ടും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നത്. ഇറ്റ് കോസസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഓൾസോ. പ്ലാസ്റ്റിക് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എന്താണ്? പരിസ്ഥിതി മലിനീകരണം പ്ലാസ്റ്റിക് കാരണമാവുന്നു. പരിസ്ഥിതി മലിനീകരണത്തിന് പ്ലാസ്റ്റിക് കാരണമാകുന്നു. ബിസൈഡ്സ് ദ ബേണിംഗ് പ്രോസസ് ഇൻ ദ സിന്തറ്റിക് മെറ്റീരിയൽ ഈസ് ക്വൈറ്റ് സ്ലോ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ബേൺ കംപ്ലീറ്റ്ലി. സിന്തറ്റിക് മെറ്റീരിയൽസ് ഒക്കെ കത്തിച്ചാൽ തന്നെ അത് പൂർണ്ണമായിട്ട് അവിടെ കത്തി നശിക്കാതെ പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. ഇൻ ദിസ് പ്രോസസ് ഇറ്റ് റിലീസസ് പോയിസണസ് ഗ്യാസസ് ഓൾസോ. വിഷകരമായ ഗ്യാസസും കൂടെ ഇതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വിടുന്നു. ഈ സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ കത്തിച്ച് കളയാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ഒരുപാട് പോയിസണസ് ഫ്യൂംസ് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് പരിസ്ഥിതിയാകെ മലിനീകരിക്കുന്നു. സോ ഹൗ ക്യാൻ വി അവോയ്ഡ് ദിസ് പ്രോബ്ലം? അവോയ്ഡ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആസ് ഫാർ ആസ് പോസിബിൾ. Make use of bags with cotton, jute when we go for shopping. കൂടുതലായിട്ടും നമ്മൾ കോട്ടൺ കൊണ്ടും ചണം കൊണ്ടും ഒക്കെ ഉപയോഗിക്കുന്ന ബാഗുകളായിരിക്കണം ഷോപ്പിങ്ങിന് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ. അങ്ങനെ പ്ലാസ്റ്റിക്സ് പോളിത്തീൻ കവറിൽ തിരിച്ചു തരുന്ന ആ ഒരു പ്രവണത നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. നമ്മളിപ്പം ഓൾമോസ്റ്റ് മിക്ക കടകളിലും ചെല്ലുമ്പോൾ എന്താണ്, അവർ പേപ്പർ ബാഗ്സ്, അതുപോലെ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ പോളിത്തീൻ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിത്തീൻ കവറുകളൊക്കെയാണ് നമുക്ക് തരുന്നത്. ഇതിന് ഒരുപാട് മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ എന്താണ് കിറ്റും അതുപോലെ ബിഗ് ഷോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം വളരെ വളരെ കുറച്ചുകൊണ്ടേ വരികയാണ് അല്ലേ. തീർച്ചയായിട്ടും the biodegradable and non-biodegradable waste should be collected separately and also decomposed separately. Practice in this your home. അതായത് ബയോഡിഗ്രേഡബിളും നോൺ ബയോഡിഗ്രേഡബിളുമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ 2 കവറുകളിലാക്കി മാറ്റി മാറ്റി നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കണം. യു ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ ഐഡിയാസ് about reducing the plastics. അല്ലേ, നിങ്ങൾക്ക് ധാരാളം സജഷൻസ് വയ്ക്കാൻ പറ്റും ഈ പ്ലാസ്റ്റിക്സിനെ എങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളത്. ഇറ്റ് ഈസ് ബെറ്റർ ടു റീസൈക്കിൾ ദ പ്ലാസ്റ്റിക് വേസ്റ്റ്. മോസ്റ്റ് ഓഫ് ദ തെർമോപ്ലാസ്റ്റിക്സ് ക്യാൻ ബി റീസൈക്കിൾഡ്. നമുക്കറിയാം റീസൈക്കിൾ ചെയ്യാൻ പറ്റും. തെർമോപ്ലാസ്റ്റിക്സ് കൂടുതലായിട്ടും തന്നെ റീസൈക്കിൾ ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അത് ഈസി ആയിട്ട് മോൾഡ് ചെയ്യാം, ഷേപ്പ് മാറ്റാം ഇൻ ദ കേസ് ഓഫ് തെർമോപ്ലാസ്റ്റിക്സ്. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺസ് യു ഹാവ് ടു റിമെമ്പർ 4R പ്രിൻസിപ്പിൾ. വിച്ച് ആർ ദ 4R പ്രിൻസിപ്പിൾ? യെസ്, 4R പ്രിൻസിപ്പിൾ. ഫസ്റ്റ് വൺ, reduce, reuse, recycle, recover. These are the 4R principle. Reduce, reuse, recycle and recover. ഇത് എല്ലാ സിറ്റിസൺസും നമ്മൾ അത്യാവശ്യമായിട്ടും ചെയ്തിരിക്കുക. അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക്സ് വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഒരു കോട്ടൺ ബാഗ് നമ്മൾ കയ്യിൽ കരുതുക. ടു മിനിമൈസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. അതുപോലെ വളരെ അപകടകരമായ ഒരു കാര്യമാണ്, നമ്മൾ പ്ലാസ്റ്റിക്സ് ഒക്കെ വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ ഈ പശുക്കളൊക്കെ
ഫുഡ് ഇങ്ങനെ റോഡിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില കാറ്റിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരത് ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് അകത്താക്കും. അപ്പോൾ അതിന് എന്താണ് അതിന് ശ്വാസതടസ്സം ഉണ്ടാവും. അത് വളരെ ഒരു അപകടത്തിലേക്കാണ് മൃഗങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ഇതുമൂലം ധാരാളം പ്രശ്നങ്ങളാണ്. പ്ലാസ്റ്റിക്സ് വലിച്ചെറിയുക, അത് ശ്രദ്ധിക്കാതെ അതിനെ യൂസ് ചെയ്യുക, ഇതുകൊണ്ടൊക്കെ ആനിമൽസിന് വരെ വളരെ അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദീസ് പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ. ഓക്കെ, hope you understood clearly. So synthetic fibers and plastics almost portion covered here. ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.